ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സും അതുപയോഗിച്ചിട്ടുള്ള അതിൻ്റെ പ്രോബ്ലംസുമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ സെക്കൻഡ് ഇയർ തന്നെ പഠിച്ചതാണ് അല്ലേ? ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻവേഴ്സ് ആവുന്നത്, അതിൻ്റെ ഇൻവേഴ്സ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. സൈൻ എക്സിൻ്റെ ഇൻവേഴ്സാണ് സൈൻ ഇൻവേഴ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ ഡൊമൈനും റേഞ്ചൊക്കെ അറിയാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1ൽ നിന്ന് -π/2 π/2ലേക്കാണ് അല്ലേ സൈൻ ഇൻവേഴ്സ് എക്സ് മാപ്പ് ചെയ്യുന്നത്. അതുപോലെ കോസ് ഇൻവേഴ്സ് ഓരോന്നിൻ്റെ ഡൊമൈൻ റേഞ്ചും അതുപോലെ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു. ഇവിടെ നിങ്ങൾ അതിൻ്റെ ഡെറിവേറ്റീവ്സാണ് പഠിക്കുന്നത്. നോക്കാം നമുക്ക്. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആദ്യം തന്നെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് കാണുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. എഫ് ഓഫ് എക്സ് എന്നുള്ള സാധാരണ വൈ എന്നും റെപ്രസെൻറ്റ് ചെയ്യും നമ്മൾ അല്ലേ? ലെറ്റ് വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും? സൈൻ വൈ എന്ന് വരുമല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് വരും. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്റ്റ് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ള ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്റ്റ് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ 1 ഈക്വൽ ടു എന്ന് കിട്ടും അല്ലേ? കാരണം LHSൽ എക്സ് മാത്രമാണ് ഉള്ളത്. 1 ഈസ് ഈക്വൽ ടു RHSൽ എന്താ? സൈൻ വൈയുടെ ഡെറിവേറ്റീവ്. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx അല്ലേ? അതൊക്കെ നിങ്ങൾ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു കോസ് വൈ ഇൻറ്റു dy/dx എന്ന് കിട്ടും. ഹെൻസ് dy/dx ഇസ് ഈക്വൽ ടു എന്ന് വരും 1/cos y എന്ന് വരും. ഇനി ഈ കോസ് വൈ എന്നുള്ളത് നമ്മൾക്ക് എക്സ് എന്നുള്ള അതിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ് വൈനെ സ്ക്വയർ റൂട്ട് ഓഫ് 1 - sin സ്ക്വയർ വൈ എന്ന് എഴുതാം അല്ലേ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആണല്ലോ 1. ഇപ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - സൈൻ സ്ക്വയർ തീറ്റയാണ്. ഇപ്പോൾ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് അല്ലേ? അതുപോലെ ഇവിടെ കോസ് വൈന സ്ക്വയർ റൂട്ട് ഓഫ് 1 - സൈൻ സ്ക്വയർ വൈ എന്ന് എഴുതി. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/സ്ക്വയർ റൂട്ട് ഓഫ് 1 - സൈൻ സ്ക്വയർ വൈ ഈക്വൽ ടു ഈ സൈൻ വൈ എന്താണ്? എക്സ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട് എക്സ് ഈക്വൽ ടു സൈൻ വൈ ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. സോ ദിസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/സ്ക്വയർ റൂട്ട് ഓഫ് 1 - എക്സ് സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് dy/dx ആണ് കാണേണ്ടത് അല്ലേ? വൈ ആണ് സൈൻ ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്, അതായത് dy/dx. അതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 1/സ്ക്വയർ റൂട്ട് ഓഫ് 1 - എക്സ് സ്ക്വയർ എന്ന്, അതായത് d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. വൈ എന്നുള്ളതാണ് സൈൻ ഇൻവേഴ്സ് എക്സ്. d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 1/സ്ക്വയർ റൂട്ട് ഓഫ് 1 - എക്സ് സ്ക്വയർ. സോ ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/സ്ക്വയർ റൂട്ട് ഓഫ് 1 - എക്സ് സ്ക്വയർ. ഇത് എല്ലാവരും ബൈ ഹാർട്ട് പഠിക്കുക. നമ്മൾക്കിത് പ്രോബ്ലത്തിലെല്ലാം ഇനിയുള്ള പ്രോബ്ലംസിലെല്ലാം എവിടെയെങ്കിലും ആയിട്ട് ആവശ്യം വരും. അടുത്ത സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ് കാണുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ്. അതുപോലെ കഴിഞ്ഞത് ചെയ്തതുപോലെ വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതുന്നു. ദെൻ എക്സ് ഈക്വൽ ടു എന്ത് വരും? കോസ് വൈ വരും. ആ ഇക്വേഷൻ ആ രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കാം. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു കോസ് വൈ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ വൈ ഇൻറ്റു വൈയുടേത് dy/dx. അതിൽ നിന്ന് നമുക്ക് dy/dx എടുത്തെഴുതാൻ പറ്റും. -1/സൈൻ വൈ എന്ന് കിട്ടും. സൈൻ വൈ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ സ്ക്വയർ റൂട്ട് ഓഫ് 1 - കോസ് സ്ക്വയർ വൈ എന്ന് എഴുതുന്നു. കാരണം കോസ് വൈ ആണ് എക്സ് എന്നുള്ളത്, ആ എക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്.
അല്ലേ? നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട് കോസ് വൈ എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന്. അപ്പോൾ -1/√(1 - cos square y) that is equal to -1/√(1 - x square. സോ അതാണ് dy/dx. അതായത് എന്താണ്? d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ? y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണല്ലോ. അതിൻ്റെ ഡെറിവേറ്റീവാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. സോ d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു -1/√(1 - x square. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും രണ്ടും സിമിലർ ആണ് അല്ലേ? രണ്ട് റിസൾട്ട് സിമിലർ ആണ്. പക്ഷേ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവിൻ്റെ നെഗറ്റീവാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അതുകൊണ്ട് അത് രണ്ടും കണക്ട് ചെയ്തിട്ട് പഠിക്കാം. ഇനി മൂന്നാമത്തെ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. f(x) ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അതായത് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എടുക്കുന്നു. ദെൻ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ വൈ ആയിരിക്കും. അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദെൻ 1 ഈസ് ഈക്വൽ ടു ടാൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 6² ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx. അതിൽ നിന്ന് dy/dx എടുത്ത് എഴുതിയാൽ 1/6² എന്ന് കിട്ടും. ഇനി ഇത് ചേഞ്ച് ചെയ്യണം, കാരണം ഇത് എക്സിലേക്കുള്ള ടേമായിട്ട് കൊണ്ടുവരണം. നമ്മൾക്കറിയാം എക്സ് ഈക്വൽ ടു ടാൻ വൈ ആണെന്ന് അറിയാം. അപ്പോൾ 6² ടാനിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അത് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. ടാനും സീക്കും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ പഠിച്ചതാണ് ട്രിഗണോമെട്രിയിൽ. 6² എന്ന് പറഞ്ഞാൽ 1 + tan² ആണ് അല്ലേ? അപ്പോൾ 6² എന്ന് പറഞ്ഞാൽ 1 + tan² ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 1/1 + tan² ഈസ് ഈക്വൽ ടു 1/1 + x² അല്ലേ? ടാൻ വൈ എന്നാണ് എക്സ് എന്നുള്ളത്. അപ്പോൾ 1/1 + x² എന്ന് dy/dx കിട്ടി. ദാറ്റ് ഈസ് d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 1/1 + x². അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണിപ്പോൾ കിട്ടിയത്. ഇനി നെക്സ്റ്റ് എന്താണ്? അടുത്തത് കൊസീക്ക് ഇൻവേഴ്സ് എടുക്കാം. f(x) ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. y ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ദെൻ x ഈക്വൽ ടു കൊസീക്ക് വൈ. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ്. ദെൻ 1 ഈസ് ഈക്വൽ ടു കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കൊസീക്ക് ഇൻറ്റു കോട്ട് അല്ലേ? അപ്പോൾ മൈനസ് കൊസീക്ക് വൈ ഇൻറ്റു കോട്ട് വൈ ഇൻറ്റു വൈയുടേത് dy/dx. implies dy/dx equal to -1 divided by cosec y into cot y. ഇവിടെ cosec y എന്നുള്ളത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, കാരണം cosec y എന്നുള്ളത് x ആണ്. അപ്പോൾ അതിനെ എക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. cot y എന്നുള്ളത് ചേഞ്ച് ചെയ്യാം. കോട്ടും കൊസീക്കും തമ്മിലുള്ള റിലേഷൻ ഉപയോഗിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. 1 + cot² ആണ് cosec². അപ്പോൾ ഇവിടെ cot yനെ √(cosec² -1 എന്ന് എഴുതാം. ഈ റിസൾട്ടെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ട്രിഗണോമെട്രി നന്നായി അറിയേണ്ടതാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു -1 cosec y x എന്ന് കൊടുത്തു. അപ്പോൾ റൂട്ടിനുള്ളിലത് √(x² -1 എന്ന് വന്നു. അങ്ങനെയാണ് dy/dx കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് d/dx ഓഫ് cosec ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു -1/x ഇൻറ്റു √(x² -1. ഇതാണ് cosec ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. നെക്സ്റ്റ് ഇതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. അടുത്തത് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് f(x) ഈക്വൽ ടു sec ഇൻവേഴ്സ് എക്സ്. ഇതും അതുപോലെ y ഈക്വൽ ടു sec ഇൻവേഴ്സ് എക്സ്, ദെൻ x ഈക്വൽ ടു sec y. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് വി ഗെറ്റ് 1 ഈസ് ഈക്വൽ ടു sec y. സീക്കിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് ഇൻറ്റു ടാൻ അല്ലേ, അതാണ് സീക്കിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ sec y ഇൻറ്റു ടാൻ വൈ ഇൻറ്റു വൈയുടേത് dy/dx. ദാറ്റ് ഇംപ്ലൈസ് dy/dx ഈക്വൽ ടു 1/sec y ഇൻറ്റു ടാൻ വൈ. ഇവിടെ sec y എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടാൻ വൈനെയാണ് ഇനി ചേഞ്ച് ചെയ്യേണ്ടത്. സീക്കും ടാനും നമ്മൾ റിലേഷൻ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാം അല്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ടാൻ വൈന് എന്ത് വരും? √(6² -1 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി അതെല്ലാം എക്സിലേക്ക് മാറ്റുമ്പോൾ
1/x ഇൻറ്റു സീക്ക് വൈ ആണല്ലോ എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. അതാണ് dy/dx. അതായത് d/dx ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊസീക്ക് ഇൻവേഴ്സ് എക്സും സീക്ക് ഇൻവേഴ്സ് എക്സും കിട്ടിയത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. രണ്ടും ഒരേ തന്നെയാണ് അല്ലേ, ഒരേ റിസൾട്ട് തന്നെയാണെങ്കിലും സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ നെഗറ്റീവാണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കാം. അതുപോലെ ഇനി കാണാനുള്ളത് ലാസ്റ്റ് കോട്ട് ഇൻവേഴ്സ് എക്സ് മാത്രമാണ്. അത് നോക്കാം. y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്, ദെൻ എക്സ് ഈക്വൽ ടു കോട്ട് വൈ. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ്, വി ഗെറ്റ് 1 ഈസ് ഈക്വൽ ടു കോട്ട് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് കൊസീക്ക് സ്ക്വയർ വൈ ഇൻറ്റു വൈയുടേത് dy/dx. ദാറ്റ് ഇംപ്ലൈസ് dy/dx ഇസ് ഈക്വൽ ടു -1 കൊസീക്ക് സ്ക്വയർ വൈ. അവിടെ കൊസീക്ക് സ്ക്വയർ വൈനെ എന്ത് ചെയ്താൽ മാറ്റണം അല്ലേ, 1 + കോട്ട് സ്ക്വയർ വൈ അല്ലേ. അതാണ് കൊസീക്കിൻ്റെയും കോട്ടിൻ്റെയും തമ്മിലുള്ള റിലേഷൻ. 1 + കോട്ട് സ്ക്വയർ വൈ എന്ന് മാറ്റാം. ദറ്റ്സ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ ആണ് എക്സ് എന്നുള്ളത്. അപ്പോൾ -1 ഡിവൈഡ് ബൈ 1 + എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സോ dy/dx അതാണ്. അതായത് d/dx ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു -1 ബൈ 1 + എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ റിസൾട്ടും നേരത്തെ കിട്ടിയ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ടും രണ്ടും നോക്കുക. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെത് അതിൻ്റെ പോസിറ്റീവ് റിസൾട്ടാണ്, കോട്ട് ഇൻവേഴ്സ് എക്സ് അതിൻ്റെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിയ 6 റിസൾട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ നെഗറ്റീവ് റിസൾട്ടാണ് കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ. അത് രണ്ടും തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ നെഗറ്റീവ് റിസൾട്ടാണ് കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അത് രണ്ടും അങ്ങനെ കണക്ട് ചെയ്യാം. അതുപോലെ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ നെഗറ്റീവ് റിസൾട്ടാണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടും പഠിക്കാം. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, ആ രീതിയിൽ ഓർത്ത് വെക്കുക എല്ലാവരും. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ഡെറിവേറ്റീവ് എല്ലാം ഓർത്ത് വെക്കുക, എന്നിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇവിടെ പരിചയപ്പെടാം. ഫൈൻഡ് dy/dx ഇൻ ദി ഫോളോയിങ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 + x സ്ക്വയർ. ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ എല്ലാ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ചെയ്തിട്ടുണ്ടാകും, സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 + x സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അതിൽ നമ്മൾ എക്സിന് ടാൻ തീറ്റ കൊടുക്കും, ടാൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആകുമ്പോൾ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും, ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. ഇനി ആ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നുള്ളത് ആ ഫംഗ്ഷനിലേക്ക് കൊടുത്താൽ y is equal to സൈൻ ഇൻവേഴ്സ് 2x എന്നുള്ളത് 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + x സ്ക്വയർ എന്നുള്ളത് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും. 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 + ടാൻ സ്ക്വയർ തീറ്റ. ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്, ഏതാണ്, സൈൻ 2 തീറ്റയുടെ ഇക്വേഷനാണ് അല്ലേ. 2 ടാൻ തീറ്റ ബൈ 1 + ടാൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് സൈൻ 2 തീറ്റയുടെ ഒരു ഇക്വേഷനാണ്. സൈൻ 2 തീറ്റയ്ക്ക് 2 ഇക്വേഷൻസാണ് നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചത്. ഒന്ന് 2 സൈൻ തീറ്റ കോസ് തീറ്റ, രണ്ടാമത്തെ ഇക്വേഷനാണ് 2 ടാൻ തീറ്റ ബൈ 1 + ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ആ ഇക്വേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾക്കതിനെ സൈൻ 2 തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്താണ്, 2 തീറ്റ തന്നെയാണ് അല്ലേ. ഇത് നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 തീറ്റ. 2 തീറ്റ എന്നുള്ളത് എന്തായും പറയും, 2 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ ദിസ് ഈസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ വൈനെ നമ്മൾ മാറ്റി എഴുതിയിട്ട് എങ്ങനെ കൊണ്ടുവന്നു, 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊണ്ടുവന്നു. അപ്പോൾ വൈനെ നമ്മളൊരു കുറച്ചും കൂടി ഒരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾക്ക് ഇതിനെ ഡെറിവേറ്റീവ് കാണാൻ എളുപ്പമാണ്. ഹെൻസ് dy/dx ഇസ് ഈക്വൽ ടു, കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിലായിട്ടുണ്ട് അല്ലേ. dy/dx ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മാത്രമേ ഇനി വേണ്ടൂ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അത് നമ്മളിപ്പോൾ പഠിച്ചല്ലോ, 1/1 + x സ്ക്വയർ.
അപ്പോൾ ഇതാണ് dy/dxൻ്റെ ആൻസർ വരിക. 2 × 1/1 + x², അല്ലെങ്കിൽ 2 / 1 + x², അങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് വന്നാൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, y = cos inverse 1 - x²/1 + x², where 0 < x <1. അത് എക്സിൻ്റെ റേഞ്ച് തന്നതാണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇത് നിങ്ങൾക്ക് ആ ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ള ആ എക്സ് ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ ട്രിഗണോമെട്രിക്കും ഇക്വേഷൻസും അറിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റും. ആ ഫംഗ്ഷൻ്റെ ഫോം കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും. ഇവിടെ x = tan θ തന്നെയാണ് അല്ലേ? അത് കാണുമ്പോൾ പറയാം 1 - tan² θ/1 + tan² θ ഫോമിലാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. സോ ഹിയർ x = tan θ, θ = tan inverse x അല്ലേ? ദെൻ y = എക്സിന് tan θ കൊടുക്കാം. അപ്പോൾ cos inverse 1 - tan² θ/1 + tan² θ എന്നാണ് വരിക. അതായത് ഇത് cos 2θൻ്റെ ഇക്വേഷനാണ് അല്ലേ? 1 - tan² θ/1 + tan² θ എന്ന് പറഞ്ഞാൽ cos 2θൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ cos inverse cos 2θ എന്ന് വരും. ദാറ്റ് ഈസ് = 2θ അല്ലേ? = 2 × θ എന്ന് പറഞ്ഞാൽ tan inverse x ആണ്. 2 tan inverse x എന്ന് കിട്ടും. ഇത് നേരത്തെ കിട്ടിയ അതേ ഫോം തന്നെയാണ് അല്ലേ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ അത് തന്നെയാണ്. ഹെൻസ് dy/dx എന്ത് കിട്ടും? 2 × tan inverse എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്, അതായത് 1/1 + x². സെയിം റിസൾട്ട് തന്നെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y = cos inverse 2x/1 + x². ഇവിടെ എക്സിന് tan θ തന്നെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഹെൻസ് θ = tan inverse x. y = cos inverse 2 tan θ/1 + tan² θ എന്ന് കിട്ടും അല്ലേ? എക്സിന് tan θ കൊടുക്കുമ്പോൾ 2 tan θ/1 + tan² θ എന്ന് പറഞ്ഞാൽ sin 2θൻ്റെ ഇക്വേഷനാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ cos inverse sin 2θ എന്നാണ് കിട്ടുന്നത്. ഇവിടെ വേറെ കണ്ടീഷനൊന്നും നമുക്ക് കൊടുക്കാനില്ല. അപ്പോൾ ഇത് cos inverse sin 2θ എന്നാണ് കിട്ടുന്നത്. പക്ഷേ ഇത് നിങ്ങൾ വീണ്ടും ട്രിഗണോമെട്രി റിസൾട്ട് ഉപയോഗിച്ച് മാറ്റണം. cos inverse cos തന്നെ കിട്ടുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ cos inverse cos തന്നെ വരാൻ വേണ്ടിയിട്ട് sin 2θ cos 90 - 2θ എന്ന് എഴുതും. sin 2θ എന്ന് പറഞ്ഞാൽ cos 90 - sin θ പറഞ്ഞാൽ cos 90 - θ ആണല്ലോ. അപ്പോൾ sin 2θ cos 90 - 2θ എന്ന് എഴുതും. ദാറ്റ്സ് = 90 - 2θ. that's = 90 - 2θ. θ എന്നുള്ളത് tan inverse x തന്നെ കൊടുക്കും. സോ dy/dx = 90 എന്നുള്ള, അതായത് π/2 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് tan inverse എക്സിൻ്റെത് 1/1 + x². അപ്പോൾ 0 - 1/1 + x² എന്ന് പറയുമ്പോൾ -1/1 + x², അങ്ങനെ കിട്ടും. അതാണ് ഡെറിവേറ്റീവ്. അതിന് അടുത്തത് y = sin inverse 2x × √1 - x², വേർ എക്സിൻ്റെ റേഞ്ച് -1/√2 < x <1/√2, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ എക്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് sin θ ആണ്. ദെൻ θ = sin inverse x എന്ന് കിട്ടും അല്ലേ? ദെൻ y = sin inverse 2 sin θ × √1 - sin²θ. That is sin inverse 2 sin θ × √1 - sin²θ എന്താ? cos² അല്ലേ 1 - sin² പറഞ്ഞാൽ. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ cos θ എന്നല്ലേ വരിക. അപ്പോൾ 2 sin θ cos θ എന്ന് കിട്ടും. 2 sin θ cos θ എന്താണ്? sin 2θൻ്റെ കണ്ടീഷനാണ് അല്ലേ? അപ്പോൾ sin inverse sin 2θ = 2θ = 2 × θ എന്ന് പറയുന്നത് എന്താ? sin inverse x ആണ്. അപ്പോൾ 2 × sin inverse x എന്ന് കിട്ടും. അതാണ് y. ഹെൻസ് dy/dx = 2 × sin inverse എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/√1 - x². അപ്പോൾ 2 × 1/√1 - x², അതാണ് ഡെറിവേറ്റീവ്.
ഇതൊക്കെ ഏകദേശം നിങ്ങൾ മനസ്സിലൊരു ധാരണ വെച്ചിട്ട് കൊടുക്കുക. സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ അങ്ങനെയൊക്കെ കൊടുത്ത് നോക്കുക. അപ്പോൾ ചെയ്യാൻ പറ്റും. അടുത്തത് y = സൈൻ ഇൻവേഴ്സ് 3x - 4x ക്യൂബ്. ഇതും നിങ്ങൾ പഠിച്ച ഒരു ഫോമിലുള്ള കണ്ടീഷൻ തന്നെയാണ്. ട്രിഗണോമെട്രി റിസൾട്ട് ഏതാണ് വരിക? എക്സിന് സൈൻ തീറ്റയാണ്. അപ്പോൾ തീറ്റ = സൈൻ ഇൻവേഴ്സ് എക്സ്. ദെൻ y = സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ. ഇത് നിങ്ങൾ പഠിച്ചതാണല്ലേ. 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ ഏതിൻ്റെ കണ്ടീഷനാണ്? സൈൻ 3 തീറ്റയുടെ അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ എന്ന് കിട്ടും. = 3 തീറ്റ = 3 സൈൻ ഇൻവേഴ്സ് എക്സ്. ഹെൻസ് dy/dx എന്ന് കിട്ടും. 3 × സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെത് 1/√(1 - x²). 3 × 1/√(1 - x²). അതാണ് ഡെറിവേറ്റീവ്. അടുത്തത് y = സൈൻ ഇൻവേഴ്സ് 1/√(1 + x²). അതിൻ്റെ ഡെറിവേറ്റീവ്. ഇവിടെ എക്സിന് കോട്ട് തീറ്റ കൊടുക്കുന്നതാണ് കൂടുതൽ സൗകര്യം. x = കോട്ട് തീറ്റ, തീറ്റ = കോട്ട് ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ y = സൈൻ ഇൻവേഴ്സ് 1/√(1 + cos² തീറ്റ. 1 + cos² തീറ്റ cosec² തീറ്റ ആണല്ലോ. അപ്പോൾ 1/√(cosec² തീറ്റ, അതായത് 1/cosec തീറ്റ. 1/cosec തീറ്റ എന്താ? സൈൻ തീറ്റ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്നാണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു തീറ്റ കോട്ട് ഇൻവേഴ്സ് എക്സ്. ഹെൻസ് dy/dx കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അതെന്താ? -1/1 + x² അല്ലേ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ എടുത്തത് y = tan ഇൻവേഴ്സ് √(1 + x² - 1/x). ഇവിടെ എക്സിന് ടാൻ തീറ്റ കൊടുത്തു നോക്കാം. അപ്പോൾ തീറ്റ = tan ഇൻവേഴ്സ് എക്സ്. ദെൻ y = tan ഇൻവേഴ്സ് √(1 + tan² തീറ്റ - 1/tan തീറ്റ. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് 1 + tan² തീറ്റ പറഞ്ഞാൽ sec² തീറ്റ ആണല്ലോ. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ sec തീറ്റ ആണല്ലേ വരിക. അപ്പോൾ sec തീറ്റ - 1/tan തീറ്റ. അത് നമ്മൾ 1/cos എന്നും tan തീറ്റേനെ sin/cos എന്നൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അത് tan ഇൻവേഴ്സ് 1/cos തീറ്റ - 1 sin തീറ്റ/cos തീറ്റ അങ്ങനെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ കോസ് തീറ്റേനെ കൊണ്ട് ന്യൂമറേറ്ററിൽ ഉള്ള 1 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 - cos തീറ്റ /cos തീറ്റ എന്നാണ് വരിക ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റ/cos തീറ്റ ഉണ്ടല്ലോ. അപ്പോൾ മുകളിലത്തെ കോസ് തീറ്റയും ഡിനോമിനേറ്ററിലെ കോസ് തീറ്റയും തമ്മിൽ ക്യാൻസലാവും. അപ്പോൾ 1 - cos തീറ്റ /sin തീറ്റ എന്നാണ് ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് അല്ലേ. ഇതൊക്കെ നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഇത്രയും പ്രോബ്ലംസ് ചെയ്തതാണ്. സിംപ്ലിഫൈ ചെയ്യാൻ, സിംപ്ലസ്റ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട്. ഇനി 1 - cos തീറ്റേനെ നമ്മൾ 2 sin² തീറ്റ/2 എന്ന് എഴുതുന്നു അല്ലേ. അതാണ് അതിൻ്റെ റിസൾട്ട്. അതുപോലെ ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റയ്ക്ക് പകരം 2 sin തീറ്റ/2 കോസ് തീറ്റ/2 എന്നുള്ള ഹാഫ് ആംഗിൾ ഫോർമുല, അതൊക്കെ ട്രിഗണോമെട്രിയിലുള്ളതാണ്. ആ കണ്ടീഷൻ അവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2ഉം sin തീറ്റ/2 ക്യാൻസലാവും. പിന്നെയുള്ളത് sin തീറ്റ/2 cos തീറ്റ/2, അതായത് tan തീറ്റ/2. tan ഇൻവേഴ്സ് tan തീറ്റ/2 എന്നാണ് വരിക. ദാറ്റ് ഈസ് തീറ്റ/2 ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ tan ഇൻവേഴ്സ് എക്സ് /2 അതാണ് വൈയുടെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതിയല്ലോ. dy/dx ഈക്വൽ ടു 1/2 കോൺസ്റ്റൻ്റ് അല്ലേ. 1/2 × tan ഇൻവേഴ്സ് എക്സിൻ്റെ മാത്രം ഡെറിവേറ്റീവ്, അതായത് 1/1 + x². അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുക. 1/2 × 1/1 + x². അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ചെയ്യാൻ ഈസിയാണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ് കൊടുക്കേണ്ടതെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ സൈൻ തീറ്റ അല്ലെങ്കിൽ ടാൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. എന്നാലും ഇത് റിസൾട്ടിലേക്ക് എത്താൻ ഈസിയാണ്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ 2 പ്രോബ്ലംസ് ഹോംവർക്കായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. y = tan ഇൻവേഴ്സ് 3x - x³ / 1 - 3x². അതും ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് സിമ്പിൾ ഫോം ആക്കിയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക.
അതുപോലെ രണ്ടാമത്തത് y ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് 1/2x² - 1. അവിടെയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് സിംപ്ലസ്റ്റ് ഫോം ആക്കിയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. രണ്ട് ഈസി തന്നെയാണ്, ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.